വാർത്തയിലേക്ക്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്നും വരണാധികാരിയുടെ നിയമനം നിയമപരമല്ല എന്നതുമടക്കമുന്നയിച്ച് സമർപ്പിച്ച 3 ഹർജികളാണ് എറണാകുളം സബ് കോടതി തള്ളിയത്. സാന്ദ്രയുടെ ആരോപണങ്ങൾ വ്യാജമെന്ന് തെളിഞ്ഞതായി സംഘടനാ ഭാരവാഹികൾ പ്രതികരിച്ചു. വിധിയിൽ നിരാശയുണ്ടെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. പ്രസിഡന്റ്, ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നാലെ 3 ഹർജികളായിരുന്നു നിർമ്മാതാവ് സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ സമർപ്പിച്ചത്. പത്രിക തള്ളിയത് നിയമാനുസൃതമല്ല, വരണാധികാരിയുടെ നിയമനം നിയമവിരുദ്ധമാണ്, മറ്റൊരു വരണാധികാരിയെ കോടതി നിയമിക്കണം എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഹർജി. സംഘടനയുടെ ബൈലോയും മിനിറ്റ്സും അടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി സാന്ദ്രയുടെ ഹർജി തള്ളിയത്. സാന്ദ്ര ഉന്നയിച്ച കാര്യങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ സാന്ദ്രയുടെ അസഹിഷ്ണുതയാണെന്നും സംഘടനാ ഭാരവാഹികൾ പ്രതികരിച്ചു. പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു, വരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു, ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. ആൾക്കെന്തോ ഫ്രസ്ട്രേഷൻസ് വന്നതെന്ന് ഞങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും എതിരെ തുറന്നടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുള്ള കേസല്ലല്ലോ. ഹർജി തള്ളിയതിൽ നിരാശയുണ്ടെന്നും നിയമോപദേശത്തിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇനിയിപ്പം പെട്ടെന്ന് അതിൻ്റെ ഇതുണ്ടാവില്ല. പക്ഷെ എന്തായാലും ഞാൻ അതിൻ്റെ തുടർ നടപടികൾ വക്കീലുമായിട്ട് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത് നിയമോപദേശം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. മീഡിയ 1 കൊച്ചി.